ആരൊക്കെയാകും കേരളത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക? അത് സംബന്ധിച്ച തീരുമാനം ആണ് ഇപ്പോൾ ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത്. 2.7 കോടി വോട്ടർമാർ ആണ്, 2,70,00,000 വോട്ടർമാർ ആണ് ഇപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിലും വലിയ തിരക്ക് തന്നെയാണ് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നമുക്ക് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നിലയ്ക്കാത്ത പ്രവാഹം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ച സമയത്ത് ചൂട് കൂടുമ്പോഴെങ്കിലും വോട്ടർമാരുടെ ഒഴുക്ക് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വടകര ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും വലിയ തോതിലുള്ള ജനസഞ്ചയം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പ് ഔദ്യോഗികമായി പൂർത്തിയാകേണ്ടത് വൈകിട്ട് 6 മണിക്കാണ്. പക്ഷേ ആ 6 മണിയോടുകൂടി വോട്ടർമാരുടെ നിര അവസാനിക്കുമോ എന്നതാണ് സാധാരണ നിലയിൽ നമുക്കറിയാം. ബൂത്തുകളുടെ ഗേറ്റ് കടന്ന് ആരൊക്കെയാണോ ഈ വോട്ടിംഗ് സമയം പൂർത്തിയാകുമ്പോൾ ഉള്ളത് അവർക്ക് സ്ലിപ്പ് കൊടുത്തുകൊണ്ടാണ് പിന്നീട് വോട്ടെടുപ്പ് പൂർത്തിയാകാറുള്ളത്. എങ്കിൽ ഇപ്പോൾ വലിയ നിര തന്നെയാണ്. അതായത് മണിക്കൂറുകളോളമായി ക്യൂ നിൽക്കുന്നവർ ഇപ്പോഴുമുണ്ട് പല ബൂത്തുകളിലും എന്നതാണ് ഈ ഉദ്യോഗസ്ഥരെ അടക്കം കുഴപ്പിക്കുന്ന ഒന്ന്. പോളിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം. ഇപ്പോഴിതാ സമയം 4 മണിയായിരിക്കുന്നു. ഔദ്യോഗികമായ കണക്കുകൾ 3:40 വരെയുള്ളതാണ്. അതുപ്രകാരം ആലപ്പുഴയിൽ 54% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിയുന്നു. തിരുവനന്തപുരത്ത് അത് 50%. കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും 51% മുകളിൽ ആണ് വോട്ട് നില. ഇപ്പോൾ വയനാട് 53%, കോഴിക്കോട് 52% എന്നിങ്ങനെ നിൽക്കുമ്പോൾ പൊന്നാനിയിലും മലപ്പുറത്തും മാത്രമാണ് നിലവിൽ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ 54% മുകളിൽ ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരാശരി കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 52.34. അതായത് വോട്ടെടുപ്പ് പൂർത്തിയാകാൻ 2 മണിക്കൂറുകൾ ശേഷിക്കെയാണ് 52% വോട്ട് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയതായുള്ള കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തു മാറ്റമുണ്ടാകും എന്നതാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. പ്രത്യേകിച്ച് വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഓരോ ബൂത്തുകളിലും തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ വോട്ട് ശതമാനം എവിടെ എത്തി നിൽക്കും എന്നത് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 77% മുകളിൽ ആയിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ആ കണക്കുകളിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ വോട്ടർമാരുടെ എണ്ണം എത്തുമോ എന്നതാണ് പ്രധാനം. കാരണം പല ബൂത്തുകളിലും ഇപ്പോഴും വലിയ നിര തന്നെയാണ് ദൃശ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ആ വോട്ടെടുപ്പ് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ തരത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ വെച്ചു പുലർത്തുന്നത്. ഇപ്പോഴിതാ കണ്ണൂരിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 54.9% ആണ് പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത് കണ്ണൂർ എന്ന കണക്കുകളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. എങ്കിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് എറണാകുളവും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ എറണാകുളത്ത് 51% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതേ നിലയിൽ തന്നെ വോട്ടിംഗ് നില ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. കാര്യമായൊരു കുറവ് പൊന്നാനിയിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയ 2 മണ്ഡലങ്ങൾ ആയിരുന്നു മലപ്പുറവും പൊന്നാനിയും. ഈ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് പൊന്നാനിയിൽ. പക്ഷേ അന്തിമ കണക്കുകൾ വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമോ എന്നതും അറിയേണ്ടതാണ്. ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനിയിൽ ആണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തവണ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പൊന്നാനി. പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ പ്രതികരണത്തിൽ കുറവുണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. 14,19,393 വോട്ടർമാർ ആണ് പൊന്നാനിയിൽ ഉള്ളത്. 7,15,327 സ്ത്രീകൾ. പുരുഷ വോട്ടർമാർ എന്നത് 7,04,050. കന്നി വോട്ടർമാർ 19,939. കഴിഞ്ഞ തവണ 74% വോട്ട് രേഖപ്പെടുത്തിയ പൊന്നാനിയിൽ ഇത്തവണയും വോട്ടിംഗ് ശതമാനം കുറവാണ്. കേരളത്തിൽ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കുറച്ച് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത് പൊന്നാനിയിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കണ്ണൂരിലാണ്. ഇതോടൊപ്പം നമുക്ക് മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വളരെ പെട്ടെന്ന്. 2 ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റി. നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ 61, 162 പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി.
MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോയത്? കൃത്യനിർവഹണത്തിൽ ഏത് തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് കളക്ടർ വിലയിരുത്തുന്നത്? വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ 61, 162 പോളിംഗ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ മാറ്റിയിരിക്കുന്നത്. സ്ഥാനത്ത് നിന്നും ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലയിലെ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സാധാരണഗതിയിൽ അന്ധരായ ആളുകൾ അല്ലെങ്കിൽ അവശതകൾ മൂലം, കാര്യമായ അവശതകൾ മൂലം സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ എന്നിങ്ങനെയാണ് ഓപ്പൺ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നത്. എന്നാൽ രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി എല്ലാ മുന്നണികളും ഈ അവശരല്ലാത്ത മറ്റ് കൈകാലൊടിയുക അല്ലെങ്കിൽ അത്തരം മറ്റ് ശാരീരിക അവശതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ആളുകളെയൊക്കെ നേരിട്ട് കൊണ്ടുവന്ന ശേഷം അവരുടെ വോട്ടുകൾ കൂടെയുള്ള ആളുകൾ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അനീഷ്, കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ അടക്കം നമ്മൾ ഇത്തരം ആക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് KK രമ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അതായത് CPIM ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഓപ്പൺ വോട്ടിനു വേണ്ടി 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒപ്പം പോലും പോളിംഗ് ബൂത്തുകളിലേക്ക് CPIM പ്രവർത്തകർ എത്തുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. പക്ഷേ അനീഷ് അത് സൂചിപ്പിച്ചിരുന്നു, ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായ തരത്തിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അതിപ്പോഴാണോ ജില്ലാ കളക്ടർക്ക് ബോധ്യപ്പെട്ടത്? എന്താണ് ഇതിന്മേലുള്ള മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? ചുമതല ആർക്ക് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? തീർച്ചയായിട്ടും ഇത് കേവലം KK രമ ആക്ഷേപിച്ചതുകൊണ്ട് CPM മാത്രം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലായി പല ബൂത്തുകളിൽ പല മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. അവിടെയൊക്കെയും ഈ പ്രായമായ ആളുകളോടൊപ്പം ഈ കമ്പാനിയൻ വോട്ട് എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ നൽകുക. കാരണം നേരിട്ട് അവശതയുള്ളവർക്ക് ബൂത്തിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകൾ ഒരു പ്രത്യേക ഇടത്തിരുത്തുകയും അവർക്ക് സ്വന്തം നിലയിൽ വോട്ട് ഇടാൻ ഉള്ള ശാരീരിക മാനസിക അവസ്ഥയുണ്ട് എന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ നേരിട്ട് വോട്ടിടാൻ അനുവദിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ പലയിടങ്ങളിലും രാവിലെ ആരെങ്കിലും ഈ മുതിർന്നവരെ കൂടെയുള്ള മക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയും അവർ പിന്നീട് കയറി ഇവർക്ക് വേണ്ടി, ഈ പ്രായമായവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശാരീരിക അവശതകളുള്ളവർക്ക് വേണ്ടി വോട്ടിടുന്ന രീതിയിലാണ് കണ്ടിരുന്നത്. രാവിലെ തന്നെ ഇത് വലിയ വിവാദമായി മാറുകയുണ്ടായി. കാരണം ഇത് ഈ ഓപ്പൺ വോട്ട് എന്ന സങ്കല്പം അല്ലെങ്കിൽ അതിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ്. തീർച്ചയായും ഈ വോട്ടിംഗ് യന്ത്രത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വോട്ടിടാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ കഴിയാതെ വരിക എന്നീ രണ്ട് സാഹചര്യത്തിൽ മാത്രമാണ് ഓപ്പൺ വോട്ട് ചെയ്യാൻ അനുമതിയുള്ളൂ. മറുവശത്തുള്ളത് കമ്പാനിയൻ വോട്ടാണ്. കമ്പാനിയൻ വോട്ടാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ രാവിലെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും പലയിടങ്ങളിലും ഇത്തരത്തിൽ ഓപ്പൺ വോട്ടുകൾ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും കണ്ടു. ഇതിനുശേഷമാണ് പിന്നീട് കളക്ടർ കൃത്യമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ മാത്രം, അന്ധരായ ആളുകൾ അല്ലെങ്കിൽ തീരെ അവശരായ ആളുകളെ മാത്രമാണ് ഇത്തരമൊരു ഓപ്പൺ വോട്ടിന് അനുവദിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ കമ്പാനിയൻ വോട്ട് എന്ന രീതിയിൽ ചെയ്യണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് മറികടന്നും പിന്നീട് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ച 2 പ്രിസൈഡിംഗ് ഓഫീസർമാരെയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റിയ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പകരമായി മറ്റ് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. കാര്യം ഈ സ്റ്റാൻഡ് ബൈ ഈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന രീതിയിൽ ഓരോ മണ്ഡലത്തിലും പ്രത്യേകം ക്രമീകരിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അഭിലാഷ്, ഇത്തരത്തിലാണ് നാദാപുരത്ത് ആണ് പോളിംഗ് ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസറെ അടക്കം മാറ്റിയത്. നേരത്തെ വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പ് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്പൺ വോട്ട് സാധാരണ നിലയിൽ ശാരീരിക വൈകല്യം ഉള്ളവർക്ക് വേണ്ടിയൊക്കെയാണ് ഒപ്പം എത്തി ആളുകൾ വോട്ട് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് സംശയമുള്ള ആളുകളോടൊപ്പമെല്ലാം മറ്റൊരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് എന്ന ആക്ഷേപം അടക്കം ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഓപ്പൺ വോട്ട് സംബന്ധിച്ചും വലിയ പരാതികൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായി ജില്ലാ കളക്ടർ ആണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് MS അനീഷ് കുമാർ നൽകിയത്. ഇത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അടക്കം ഉയരുന്നുണ്ട് എങ്കിൽ പോലും
വോട്ട് ശതമാനം എന്നത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 4 മണിക്കുള്ള ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 52.4 എന്ന ശരാശരിയിലേക്ക് വോട്ട് ശതമാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. തലസ്ഥാന മണ്ഡലം കൂടിയായ തിരുവനന്തപുരത്ത് 51.1% പേർ ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ആലപ്പുഴയിൽ അത് 54.7 എന്ന നിലയിലേക്ക് ഉയരുന്നു. നമുക്ക് സ്ക്രീനിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. 4 മണിക്ക് 52.24 എന്ന നിലയിലേക്ക് വോട്ട് ശതമാനം ഉയർന്നിരിക്കുകയാണ്. ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ് ഔദ്യോഗികമായി വോട്ടെടുപ്പ് പൂർത്തിയാകാനുള്ളൂ. പക്ഷേ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാകുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നതായിരിക്കും. അതെപ്പോൾ കഴിയും? ഒരുപക്ഷെ 7 മണിക്കോ 8 മണിക്കോ പോലും വോട്ടിംഗ് പ്രക്രിയ ചില ബൂത്തുകളിൽ പൂർത്തിയായില്ല എങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്തരത്തിലുള്ള ക്യൂ ആണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വോട്ടർമാർ തന്നെ ന്യൂസ് 18നോട് പ്രതികരിച്ചതാണ്. അവിടെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെയായി ക്യൂ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് പല ബൂത്തുകളിലും. ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാൻ എത്തിയവരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് അടൂരും കോന്നിയിലുമാണ് പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പത്തനംതിട്ടയിൽ നിന്ന് പങ്കുവയ്ക്കേണ്ട സാഹചര്യമുണ്ട്. വോട്ടിംഗ് ശതമാനം എന്നത് പത്തനംതിട്ടയിലെ കണക്കുകൾ അനുസരിച്ച് 3:55 കണക്കുകൾ അനുസരിച്ച് 50.85 ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ, നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 52%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടൂരിൽ ആണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, 53.84, കോന്നിയിൽ 52.12, ആറന്മുള 49.9, റാന്നി 50, തിരുവല്ല 48.21 എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം. പുരുഷ വോട്ടർമാരാണ് കൂടുതലും സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ശശിനാരായണൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ശക്തമായ ത്രികോണ മത്സരമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന അനിൽ ആന്റണിയുടെ വരവോടുകൂടി NDAയും കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് കരുതുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം നേരിയ കുറവുണ്ടാകുന്നു വോട്ടർമാരുടേത് എന്നാണല്ലോ. അതിൽ വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? എന്താണ് വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 215 നമ്പർ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 3 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വലിയ മന്ദഗതിയിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വോട്ടർമാർ എത്താൻ താമസമുണ്ടാകും. അല്പം തന്നെ ക്യൂവിലും വലിയ രീതിയിൽ ഇല്ലാത്ത വോട്ടർമാർ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. നിലവിൽ 50% മുകളിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ട് ശതമാനം ഇപ്പോൾ ഉള്ളത്. ആ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ ബൂത്തിൽ ആളുകളുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ പല ബൂത്തുകളിലും സമാനമായ രീതിയിൽ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. രാവിലെ വലിയ തിരക്കുകൾ അനുഭവപ്പെട്ട പല ബൂത്തുകളിലും ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു തിരക്ക് കുറവുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോന്നിയിലും അതുപോലെ തന്നെ അടൂരുമാണ്. അടൂരിൽ 53%, കോന്നിയിൽ 52% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പുള്ള കണക്കനുസരിച്ചാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട്. കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ തന്നെ പൂഞ്ഞാർ മേഖല, തിരുവല്ലയിലും വോട്ടിംഗ് ശതമാനം ഈ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറവ് തിരുവല്ലയിലാണ്. 50%-ലധികം താഴെയാണ് തിരുവല്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിൽ വോട്ടിങ്ങിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. നിലവിൽ രാവിലെ വലിയ തിരക്കുകൾ അനുഭവപ്പെട്ട ബൂത്തുകളിൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് ഒരു കുറവ് അനുഭവപ്പെടുന്നില്ല. കാരണം അത് ഈ വെയിലും മറ്റ് കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ എത്താനുള്ള ഒരു താമസമുള്ളത്. എന്തായാലും മറ്റ് ബൂത്തുകളിലൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇനി 3-3:30 കൂടിയൊക്കെ സ്വാഭാവികമായും ആളുകൾ വീണ്ടും വോട്ട് ചെയ്യാൻ ബൂത്തുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റ് മേഖലകളിൽ, മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് കോന്നി അടക്കമുള്ള അടൂർ മേഖലകളിലാണ് വലിയ രീതിയിലുള്ള പോളിംഗ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും 50% മുകളിലേക്ക് പോയിരിക്കുന്നു. പോളിംഗ് ശതമാനം വൈകിട്ടോടു കൂടി തന്നെ ഇത് ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും വോട്ടർമാർ വെയിൽ മാറുന്നതനുസരിച്ച് വീണ്ടും നീണ്ട വോട്ടർമാരുടെ ക്യൂ ഇവിടെ സജീവമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്.